നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. Question 1 to 4. Read the following passage and answer the questions that follow. Each question carries 1 score. തന്നിരിക്കുന്ന പാസേജ് വായിച്ച് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. പാസേജ് നോക്കാം. I gave urgent orders for speed. We must get down at any cost before the next onslaught of the monsoon. For those of us with frost-bitten feet, every hour counted. എന്ന് വെച്ചാൽ വേഗത്തിൽ ഇറങ്ങുവാൻ ഞാൻ കർശന നിർദ്ദേശം നൽകി. അടുത്ത മഞ്ഞുവീഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് താഴെ എത്തണം. ചിലരുടെയൊക്കെ കാലുകളിൽ മുറിവേറ്റിട്ടുണ്ട്. അതിനാൽ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ്. ഇനി അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ലെസൺ. ഐഡന്റിഫൈ ദ ലെസൺ. ഇത് ഏത് പാഠമാണെന്നാണ് ചോദ്യം. അവലാഞ്ച്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവലാഞ്ച്. ഫ്രഞ്ച് പൗരനായ മൗറിസ് ഹെർസോഗിന്റെ അന്നപൂർണ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് അവലാഞ്ച്. അവലാഞ്ച് എന്നാൽ ഹിമപാതം എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഈസ് റെഫേർഡ് ഹിയർ ആസ് ഐ. ഹൂ ഈസ് റെഫേർഡ് ഹിയർ ആസ് ഐ. ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെ? മൗറിസ് ഹെർസോഗ്. മൗറിസ് ഹെർസോഗിനെയാണ് ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഫോർ ഹും എവരി അവർ ഡിഡ് കൗണ്ട്. ഫോർ ഹും എവരി അവർ ഡിഡ് കൗണ്ട്. ഓരോ മണിക്കൂറും എണ്ണപ്പെട്ടത് ആർക്കാണ്? ഓരോ മണിക്കൂറും എണ്ണപ്പെട്ടത് ആർക്കാണ്? ഫോർ ദ പീപ്പിൾ ഹൂസ് ഫീറ്റ് വെയർ ഇഞ്ചേർഡ് ബൈ ദ കോൾഡ്. ഫോർ ദ പീപ്പിൾ ഹൂസ് ഫീറ്റ് വെയർ ഇഞ്ചേർഡ് ബൈ ദ കോൾഡ്. ആർക്കാണോ മഞ്ഞ് മൂലം കാലുകളിൽ മുറിവേറ്റത് അവർക്കാണ് ഓരോ മണിക്കൂറും എണ്ണപ്പെട്ടതായി പറയുന്നത്. അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫോർ ദോസ് ഓഫ് us വിത്ത് ഫ്രോസ്റ്റ് ബിറ്റൻ ഫീറ്റ് എന്ന ലൈൻ എഴുതിയാലും മതി. ആരുടെ കാലുകളിലാണോ മുറിവേറ്റിരിക്കുന്നത് അവരെ. നാലാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഓൺസ്ലോട്ട് ഫ്രം ദ ദോസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിൽ നിന്നും ഓൺസ്ലോട്ട് എന്നതിന്റെ ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതുക. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് അറ്റാക്ക്, റിലീസ്, ക്ലിയർ എന്നിവയാണ്. ഉത്തരം അറ്റാക്ക്. ഇതിന്റെ ശരിയായ അർത്ഥം അറ്റാക്ക് എന്നതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 5 to 8. റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. താഴെ തന്നിരിക്കുന്ന വരികൾ വായിച്ച് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. വരികൾ നോക്കാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ്. വിജയം വിജയിക്കാത്തവർക്കാണ് ഏറ്റവും മധുരവും വലുതുമായി തോന്നുന്നത്. ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയർഡ് സോറസ് നീഡ്. കൈപ്പേറിയ അനുഭവങ്ങളുള്ളവർക്ക് വിജയത്തിന്റെ മാധുര്യം നുകരുവാൻ പറ്റൂ. ഇത് എമിലി ഡിക്കിൻസന്റെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന പോയത്തിലെ വരികളാണ്. ഇനി അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. ടു ഹും ഈസ് സക്സസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ടു ഹും ഈസ് സക്സസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ആർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്? ബൈ ദോസ് ഹൂം നെവർ സക്സീഡ്. ബൈ ദോസ് ഹൂം നെവർ സക്സീഡ്. വിജയിക്കാത്തവർക്കാണ് വിജയം മധുരമുള്ളതായി തോന്നുന്നത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് ദ നെക്ടർ. വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് ദ നെക്ടർ. വിജയത്തിന്റെ മധുരം നുകരാൻ ആവശ്യമുള്ളത് എന്താണ്? റിക്വയർഡ്സ് സോറസ്റ്റ് നീഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ. റിക്വയർഡ്സ് സോറസ്റ്റ് നീഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ. വിജയത്തിന്റെ മധുരം നുകരാൻ കൈപ്പേറിയ അനുഭവങ്ങളാണ് ആവശ്യം. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോംപ്രിഹെൻഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ് കോംപ്രിഹെൻഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പോയറ്റ്. ഐഡന്റിഫൈ ദ പോയറ്റ് എന്നാണ് കവിയെ തിരിച്ചറിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമിലി ഡിക്കിൻസൺ ആണ്. എമിലി ഡിക്കിൻസന്റെ ആണ് ഈ കവിത. അടുത്തത് ക്വസ്റ്റ്യൻ 9 to 12. ആൻസർ എനി 3 questions in 2 or 3 sentences. ഈച്ച് ക്വസ്റ്റ്യൻസ് carries 2 score. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 1-2 വാക്കിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 9ാമത്തെ ചോദ്യം, ആഡ് സൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. താഴെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന് ഉചിതമായ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് നോക്കാം. ഷീ ഈസ് എ ടീച്ചർ. ഐ ആം എ ഡോക്ടർ. ഈ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുവാൻ തരുന്ന സെന്റൻസ്
നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും കൊടുക്കണം. ഇവിടെ ഷീസ് എ ടീച്ചർ എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അതിന് നെഗറ്റീവ് ടാഗ് വേണം കൊടുക്കാൻ. സെന്റൻസിലെ ഓക്സിലറി വെർബായ ഈസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഈസിന്റ് എന്ന് വരും. അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ ഷീ എന്നതാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുമ്പോൾ ഇസിൻ ഷീ എന്ന് വരും. അപ്പോൾ ഉത്തരമായി വരുന്നത് ഇസിൻ ഷീ. അടുത്തത് ഐ എം എ ഡോക്ടർ എന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിന് നെഗറ്റീവ് ടാഗ് ആണ് നൽകേണ്ടത്. ഇതിൽ ഓക്സിലറി വെർബ് ആം ആണ്. ആമിന്റെ നെഗറ്റീവ് ആമിന്റ് എന്ന് വരില്ല, പകരം ആറിന്റെ എന്ന് വരൂ. ശേഷം സബ്ജക്റ്റ് എഴുതുക. ഇതിൽ ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ആറിന്റ് ഐ എന്നാണ് വരുന്നത്. ആറിന്റ് ഐ. 10ാമത്തെ ചോദ്യം, ഹു വാസ് ജഡായു, വാട്ട് വാസ് ഹിസ് ഡ്രീം? ഹു വാസ് ജഡായു, വാട്ട് വാസ് ഹിസ് ഡ്രീം? ആരായിരുന്നു ജഡായു? അവന്റെ സ്വപ്നം എന്തായിരുന്നു? ലാൽമോഹൻ ഗാംഗുലി, ഓൾസോ കോൾഡ് ജഡായു, ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ഇൻ സത്യജിത് റേസ് ഫെലൂഡ ഡിറ്റക്റ്റീവ് സീരീസ്. സത്യജിത് റേയുടെ ഫെലൂഡ ഡിറ്റക്റ്റീവ് സീരീസിലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ലാൽമോഹൻ ഗാംഗുലി എന്ന ജഡായു. ഹി ഡ്രീംഡ് ഓഫ് റൈഡിങ് എ ക്യാമൽ ഇൻ ദ ഡെസേർട്ട്. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനാണ് അവൻ സ്വപ്നം കണ്ടിരുന്നത്. 11ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ പോസ്റ്റർ ടു പ്രിവെന്റ് ഡ്രഗ് അബ്യൂസ്. പ്രിപ്പയർ എ പോസ്റ്റർ ടു പ്രിവെന്റ് ഡ്രഗ് അബ്യൂസ്. മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അത് നല്ല വൃത്തിയായി ബോക്സ് ഒക്കെ വരച്ച് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യുക. 12ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. താഴെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. നോക്കാം. മദർ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്. ഇതൊരു ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. ഇതിനെ പാസീവിലോട്ട് മാറ്റിയാൽ ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മദർ എന്നാകും. ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മദർ. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റ് കൊണ്ട് തുടങ്ങണം. ഈസ് പ്രിപ്പയറിംഗ് എന്നുള്ളത് പാസീവിലോട്ട് മാറുമ്പോൾ ഈസ് ബീയിങ് പ്രിപ്പയർഡ് എന്നായി മാറും. അപ്പോൾ അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മദർ എന്നാകും. ഫുഡ് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മദർ. അടുത്ത സെന്റൻസ് നോക്കാം. റാം പെയിന്റഡ് ദ വാൾ. റാം പെയിന്റഡ് ദ വാൾ. ഇത് ആക്റ്റീവിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദ വാൾ വാസ് പെയിന്റഡ് ബൈ റാം. ദ വാൾ വാസ് പെയിന്റഡ് ബൈ റാം. ഇവിടെ സബ്ജക്റ്റ് റാമും ഒബ്ജക്റ്റ് ദ വാളുമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് കൊണ്ട് തുടങ്ങണം. അപ്പോൾ ഇത് ദ വാൾ വാസ് പെയിന്റഡ് ബൈ റാം എന്നെഴുതാം. ദ വാൾ വാസ് പെയിന്റഡ് ബൈ റാം എന്നെഴുതാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള ക്ലാസുകൾ ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.